നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന കുട്ടിയുടെ പേര് അഭിഷേക് വാസുദേവൻ. അഭിഷേകിൻ്റെ നാൾ വന്നിട്ട് സ്റ്റാർ വന്നിട്ട് ഉത്രട്ടാതി. അദ്ദേഹത്തിൻ്റെ വയസ്സ് വന്നിട്ട് 30 വയസ്സ് കഴിഞ്ഞു. ബിടെക് MD യൂണിവേഴ്സിറ്റി റോട്ടക് ഹരിയാന, അവിടെ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഫരീദാബാദിലാണ് ജോലി. ഡൽഹി NCR എന്ന് പറയുന്ന ഫരീദാബാദിലാണ് ജോലി. MBA പഠിച്ചിരിക്കുന്നത് സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സിറ്റി മീററ്റ് നിന്നാണ് MBA പാസ്സായിരിക്കുന്നത്. ഫാദർ EP വാസുദേവൻ, അമ്മ അനിത വാസുദേവൻ, ഒരു സിസ്റ്റർ. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ്, ബാംഗ്ലൂരാണ്. അവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇവർ ഫരീദാബാദിൽ തന്നെയാണ് താമസിക്കുന്നത്. 180 സെൻറ്റിമീറ്റർ ഹൈറ്റ്, വെയ്റ്റ് വന്നിട്ട് 77 kg. വളാഞ്ചേരിക്കടുത്താണ് ഇവരുടെ നാട്. ചങ്ങരംകുളം ആൻഡ് വളാഞ്ചേരി, ഇങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് അച്ഛനമ്മ ഇവരുടെ നാട്. ഒരിക്കൽ കൂടെ അഭിഷേക് വാസുദേവിനെ കുറിച്ച് ഞാൻ പറയാം. ഉത്രട്ടാതി നക്ഷത്രം, ബിടെക് MBA ക്വാളിഫിക്കേഷൻ, ഫരീദാബാദിൽ നല്ലൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു സിസ്റ്റർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അഭിഷേക് വാസുദേവൻ 180 ആണ് ഹൈറ്റ്, 77 kg വെയ്റ്റ്. അച്ഛൻ, അമ്മ, അഭിഷേക്, ഇവർ 3 പേരും ഫരീദാബാദിലാണ് താമസം. അപ്പോൾ ഈ ഒരു ഏജിനോട് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു പ്രൊഫൈലാണ്. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് വള്ളുവനാട് മാട്രിമോണിയലിനെ സമീപിക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ആ ഡീറ്റെയിലുകളൊക്കെ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഇവിടെയും ആവർത്തിക്കുകയാണ്. നമ്മുടെ നായർ സമുദായം അല്ലെങ്കിൽ ഹിന്ദു സമുദായം നല്ലൊരു പ്രതിസന്ധി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാഹങ്ങൾ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരു വിവാഹം നടക്കേണ്ട ചില സമയങ്ങളൊക്കെ, ആ സമയങ്ങളിലൊന്നും ഇപ്പോൾ നടന്ന് കാണുന്നില്ല. ഇപ്പോൾ ആൺകുട്ടികളുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 32+, പെൺകുട്ടികളുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 28. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ്, 20 വയസ്സ്, 21 വയസ്സൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ 28, 30 ആയി മാറി. ഒരു പരിധി വരെ രക്ഷിതാക്കൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ. അത് എങ്ങനെ നമുക്ക് ഇതെല്ലാം കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ നീണ്ട കാലയളവ് എങ്ങനെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി 2-3 കാര്യങ്ങൾ ഞാൻ പറയാം ഈ വീഡിയോയുടെ കൂടെ. ഒന്ന്, നോക്കാൻ പോകുന്ന, വിവാഹം നോക്കുന്ന ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി ആരോ ആവട്ടെ, അവരോട് വീട്ടിലെ എല്ലാ അംഗങ്ങളും കൂടി സംസാരിക്കുക. കല്യാണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെയാണ്. ഇപ്പോൾ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നോക്കുന്ന വെച്ചാൽ ആൺകുട്ടിയുടെ ജോലി എവിടെയായിരിക്കണം, ഹൈറ്റ് എത്ര വേണം, വെയിറ്റ് എത്ര വേണം, ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാവാം, പക്ഷെ എന്നാലും നന്നായിട്ടൊന്ന് സംസാരിക്കുക. പല വീടുകളിൽ ഇത് സംഭവിക്കുന്നില്ല. 1. 2, ജാതകം. ഇവിടുത്തെ രക്ഷിതാക്കൾ നല്ലൊരു ശതമാനം
ജ്യോതിഷ പണ്ഡിതന്മാരാണ് ഇപ്പോൾ. അപ്പോൾ ഈ ജ്യോതിഷ പണ്ഡിതന്മാരാകുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കലാണ് നല്ലത്. അറിയാത്ത സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ വർത്തമാനം പറയാതിരുന്നാൽ അത്രയും നല്ലത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും 2 പ്രൊഫൈൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രൊഫൈലുകളുടെ ഹോറോസ്കോപ്പ് വെച്ച് ജ്യോതിഷനെ കാട്ടി ഹോറോസ്കോപ്പ് മാച്ചിങ് ആണോ അല്ലേ നോക്കുക. ഒരു ജ്യോതിഷം പറയുകയാണ് ചേരില്ല, ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 2 or 3 ജ്യോതിഷന്മാരുടെ അടുത്തെങ്കിലും പോകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു ജ്യോതിഷൻ ഓക്കെ അടിച്ചാൽ ആ റിപ്പോർട്ട് വാങ്ങിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകണം. ഇതിൽ മുന്നേയായിട്ട് നമ്മളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഈ വക കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. കുടുംബത്തിൽ കുടുംബക്ഷേത്രം ഉണ്ടാവും. നല്ലൊരു ശതമാനം നായർ തറവാടുകളിലും ധർമ്മദൈവങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മച്ചിൽ ഭഗവതി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നാഗങ്ങളാണെന്ന് വെച്ചാൽ നാഗങ്ങളെ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്യുക. കാരണം ഇന്നത്തെ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് വീട്ടിലത്തെ കുടുംബാംഗങ്ങളാണ്. അതായത് 2 or 3 or 4 പേര് കൂടിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മളുടെ സ്വന്തം വീട്ടുകാർ തന്നെ നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന പല കുടുംബക്കാരും എനിക്കറിയാം. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ നമ്മളോട് ദേഷ്യമുള്ള ആളുകൾ നമ്മളുടെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് നോക്കിയിരിക്കും. അപ്പോൾ ഈ വക തടസ്സങ്ങളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വേറെ വഴികളൊന്നുമില്ല. പിന്നെ 2 ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു, കല്യാണം ഫർദർ നോക്കാനായിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞാൽ